ഞാൻ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറായാണ്. പക്ഷെ ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയായിട്ട് നിൽക്കുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ജ്യോതി, ചെയ്യാത്തൊരു തെറ്റിന് പഴി കേൾക്കേണ്ടി വരുമ്പോ ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, ഇത്രയും നാൾ ഈ വീട്ടില് വിശ്വസ്തയായി നിന്നിട്ടും ഇങ്ങനൊരു പഴി കേൾക്കേണ്ടി വന്നത് കഷ്ടം തന്നെയാ. നീ വിഷമിക്കാതിരിക്കും ജ്യോതി. നിനക്കുണ്ടായ ഈ പേരുദോഷത്തിന് എന്തെങ്കിലും ഒരു പോംവഴി ഞാൻ കണ്ടെത്തിക്കോളാം. നീ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. നീ വിഷമിക്കാതിരിക്കും ജ്യോതി. എവിടെയാ തെറ്റ് പറ്റിയിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കെ. പഞ്ചാര പാലുമിഠായി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റെ ഭാഗ്യദേവതയാ. എനിക്ക് നിന്നെ വേണം. ഒത്തിരി മോഹിച്ചതാ. എങ്ങനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും? ഏതു നേരവും നിന്നെക്കുറിച്ച് എൻ്റെ ചിന്ത. പക്ഷെ നിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലല്ലോ. ഇത് ന്യായമാണോ മേഘനെ? ഞാനൊന്ന് നിന്നെ വിളിക്കട്ടെ? ഫോൺ എടുക്കണേടി മോളെ. എന്നെ നിരാശപ്പെടുത്തരുത്. മേഘനെ, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ടും എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് വന്നതാ. അവിടെ എനിക്കുണ്ടായിരുന്ന ആശ്വാസം നിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. എന്നിട്ട് നിന്നെ ഞാനിന്ന് വേറൊരാൾക്ക് വിട്ടുകൊടുക്കണോ? ഞാൻ അനുഭവിച്ച വേദനയും നിരാശ നീ മനസ്സിലാക്കണം. എടാ ജഗദീഷേ, അവള് കാരണമല്ലേ നീ ഇത്രയും കാലം ജയിലിൽ കിടന്നത്. ഇപ്പൊ വല്ലവന്റെയും ഭാര്യയുടെ പേരും മന്ത്രിച്ചോണ്ട് നടന്നിട്ട് നിനക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ജീവിക്കേണ്ടവള് ഇന്ന് ആ മിഥുന്റെ ഭാര്യയായിട്ട് ജീവിക്കുക. ഞാൻ മോഹിച്ച മേഘന ഉറങ്ങുന്നത് ഇന്ന് ആ തെമ്മാടിയുടെ കിടപ്പുമുറിയില്ല. അത് ഓർക്കാൻ പോലും പറ്റുന്നില്ലടാ. ഭാഗ്യം കൊണ്ടാ നിനക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. അവളുടെ പുറകെ നടന്നാലേ വീണ്ടും നിനക്ക് ജയിൽവാസമായിരിക്കും. അല്ലടാ, ഇനി എന്റെ ജീവൻ തന്നെ പോയാലും ആ മേഘനെ മിഥുനും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. മേഘനയെന്നും എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ജീവിക്കേണ്ടവളാ. അവളുടെ കഴുത്തിൽ എന്റെ താലി വീണ ആ സൗന്ദര്യം മാത്രമല്ല, അവളുടെ പേരിലുള്ള സ്വത്ത് അതും എന്റേത് മാത്രമാവും. അപ്പോ ഒരു ജയിലും എന്നെ ഒന്നും ചെയ്യില്ല. നീ ആ സ്വർണം എടുത്തു കൊടുക്ക. മാഡം, പോളിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ ആരായിരിക്കും മാറ്റിയത്? ജ്യോതി ഒരിക്കലും അങ്ങനൊരു കാര്യം ചെയ്യില്ല. ഇവിടെയുള്ള മറ്റാർക്കും അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും തന്നെയായിരിക്കണം. ആ പോളിഷ് ചെയ്യാൻ വന്ന തട്ട മാത്രമാണ് പുറത്തുനിന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ ആഭരണങ്ങൾ മാറ്റിയത് അയാളായിരിക്കോ? ജ്യോതി, ജ്യോതി, നീ ഇതെവിടാ ജ്യോതി? എന്തിനാ അമ്മ വിളിച്ചത്? ഈ ചെടിച്ചട്ടിക്ക് ചുറ്റും ഇത്രയും മണ്ണ് വന്നത് എങ്ങനെയാ? കാലത്ത് നീ ഇവിടെ വൃത്തിയാക്കിയില്ലായിരുന്നോ? ആര് പറഞ്ഞ്? കാലത്തെല്ലാം തൂത്ത് വൃത്തിയാക്കിയതാ. അപ്പൊ ഇവിടെ മണ്ണും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് എവിടുന്നാടാമോ വന്നേ? എന്നാ പിന്നെ നീ അത് ക്ലീൻ ചെയ്തേക്ക്. ശരി അമ്മ. ഈ ചട്ടികൾ വെച്ചിരിക്കുന്നിടത്ത് തിരക്കിട്ട് എന്തോ പണി നടന്നിട്ടുണ്ടല്ലോ.
സ്വർണങ്ങൾ ആരും മനഃപൂർവ്വം ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക. ഇങ്ങനൊരു തൂവാല ഞാൻ എപ്പോഴും ഡ്രൈവർ ജനാർദ്ദനന്റെ കയ്യിലാ കണ്ടിട്ടുള്ളത്. അപ്പോ അയാളാണോ ഈ സ്വർണങ്ങൾ അടിച്ചു മാറ്റിയത്? എന്നാലും എങ്ങനെയാ ഒരു തൂവാലയുടെ അടിസ്ഥാനത്തില് ഞാൻ അയാളെ സംശയിക്കുക? ഇനി അയാൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു തൂവാല കൊണ്ട് അത് തെളിയിക്കാനാവോ? അത് ശരി, തട്ടാന്റെ വേഷം കെട്ടി ഗോൾഡ് പോളിഷ് ചെയ്യാൻ വന്നത് ഡ്രൈവർ ജനാർദ്ദനനായിരുന്നല്ലേ? എന്റെ സംശയം ശരിയാ. ഡ്രൈവർ ജനാർദ്ദനനാണ് തട്ടന്റെ വേഷത്തിൽ വീട്ടിൽ വന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചത്. ഇനി ആർക്കെങ്കിലും സംശയം തോന്നി അതിന്റെ പേരിൽ അവന്റെ റൂം സെർച്ച് ചെയ്താ ഒന്നും കിട്ടാതിരിക്കാനാ ആരുടെയും കണ്ണ് പെട്ടെന്ന് എത്താനിടയില്ലാത്ത ആ ചട്ടിയിൽ അവൻ എല്ലാം ഒളിപ്പിച്ചത്. എന്തായാലും അവനാണ് ഇതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. മാഡം, കാർക്കി. ആഭരണങ്ങൾ എവിടെ വെച്ചു? മാഡം പറഞ്ഞ പോലെ ആ പൂച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ആരും നമ്മളെ സംശയിക്കില്ല. ശരി, നീ എന്നോട് സംസാരിക്കുന്ന കണ്ട് ആർക്കെങ്കിലും സംശയം തോന്നും. പോവാൻ നോക്ക്. ശരി മാഡം. ജനാർദ്ദന, നീ അവിടെ നനങ്ങി പോവരുത്. കാര്യമുണ്ട്. അച്ഛാ, അമ്മേ, അച്ഛമ്മേ, എല്ലാരും ഒന്ന് ഇവിടേക്ക് വന്നേ. എന്തു പറ്റി മേഘനെ? മോഷണം പോയെന്ന് പറഞ്ഞ സ്വർണങ്ങളെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാ അമ്മേ. ജ്യോതിയല്ല ഇതൊന്നും മോഷ്ടിച്ചത്. ആരാ കള്ളനെന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞു. കള്ളനെ കണ്ടുപിടിച്ചെന്നോ? ആരാ മേഘനെ? അയാൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഈ ഹാളിൽ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. മേഘനത്തെ ആരെ കുറിച്ചായി പറയുന്നേ?
പട്ടിക്കാട്ടിലെ പീറപ്പെണ്ണ് ഇവളിന്നെ പിടിച്ചു കൊടുക്കൂ. ഇവള് വിരല് ചൂണ്ടുന്നത് എന്റെ നേരെ അവരത് ഈശ്വരാ. നീ എന്താ മേഘനെ പ്രിയമതയുടെ നേരെ ചൂണ്ടുന്നേ? മോഷ്ടിച്ചത് വേറെ ആരുമല്ല, ഡ്രൈവർ ജനാർദ്ദനനാ. നമ്മുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള ധൈര്യമൊന്നും ഡ്രൈവർ ജനാർദ്ദനില്ല മേഘനെ. മനസ്സിൽ അത്യാഗ്രഹം മൂത്തു കഴിഞ്ഞാ ഈ പറയുന്ന ധൈര്യമൊക്കെ തന്നെത്താനെ ഉണ്ടായിക്കോളൂ അമ്മേ. ഒത്തുകിട്ടുന്ന ഒരവസരവും മുതലെടുക്കാനേ പിന്നെ അവർ ശ്രമിക്കൂ. കള്ളനാരാന്ന് കിട്ടാതായപ്പോ വീട്ടിലെ പണിക്കാരെ ഓരോരുത്തരായിട്ട് പിടികൂടുക. പോവരുത്. കഴിയുന്നത്ര ഔദാര്യം പിടിച്ചു പറ്റിയിട്ട് ഒടുവിൽ തന്ന കൈക്ക് തന്നെ കൊത്തിയിട്ട് നിനക്കിനെ സംസാരിക്കാൻ അവകാശമില്ല. ചതിയാ നീ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കിടന്നിങ്ങനെ ഒച്ച വെച്ചാ ഞാനിങ്ങ് മോഷ്ടാവോ? ആഹാ, ഈ തൂവാല ഇത് നിന്റെ തന്നെയല്ലേ? പുറത്ത് ചെടിച്ചട്ടിയുടെ അടുത്തുനിന്നാണ് എനിക്ക് തൂവാല കിട്ടിയത്. അവിടെ ചെതറിക്കിടക്കുന്ന മണ്ണ് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ആ ചെടിച്ചട്ടിയിൽ നീ ഇത് കുഴിച്ചിട്ടത്? സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് നിന്റെ റൂമിനകത്ത് കയറി വന്നതും അവിടെ മുഴുവൻ പരിശോധിച്ചതും. അവിടുന്ന് എനിക്ക് ഈ സഞ്ചി കിട്ടിയത്. ഇതിനകത്തുനിന്ന് നീ വേഷം മാറാൻ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ആയുധം, ഈ താടിയും മീശയും കിട്ടിയത്. ഗോൾഡ് പോളിഷ് ചെയ്യാനെന്നും പറഞ്ഞു വന്ന് മോഷണം നടത്തി ഇവിടെ തന്നെ നിൽക്കാൻ വല്ല കൂസലുണ്ടോന്ന് നോക്കി. എന്ന് വെച്ചാ കാലത്ത് സ്വർണം പോളിഷ് ചെയ്യാൻ വന്നത് ഇവൻ തന്നെ ആയിരുന്നല്ലേ? ജനാർദ്ദന, നിന്നോടുള്ള വിശ്വാസത്തിന് നീ തിരിച്ചു തന്ന ഇതാണല്ലേ? അല്ല സാറേ, മേഘന മാഡം പറയുന്നതൊക്കെ കള്ളവാ. ഞാൻ അങ്ങനെയൊന്നും മോഷ്ടിച്ചിട്ടില്ല. അത് ശരി. എന്ന് നീ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറ, അപ്പൊ ഞാനും സമ്മതിച്ചു തരാം. നിന്റെ വലത് കൈയിലെ ചൂണ്ടുവിരല് മുറിഞ്ഞത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ അതോ മാഞ്ഞോ? പറയുന്നുണ്ടോ? പറയടാ, ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇല്ല സാർ, എന്റെ കൈ മുറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങ് വിടാൻ പറ്റുമോ? എവിടെ ഒന്ന് കാണിച്ചേ. കാലത്ത് നീ തട്ടാന്റെ വേഷത്തിൽ വന്ന് സ്വർണം പോളിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാ നിന്റെ വിരല് മുറിഞ്ഞത്. അപ്പൊ മഞ്ഞള് കൊണ്ടുവന്ന് തന്നതും ഞാനാ. ആ മുറിവ് അത്ര പെട്ടെന്ന് ഞാനങ്ങ് മറക്കുന്നു കരുതിയോ? അയ്യോ, കൈ മുറിഞ്ഞല്ലോ. നിക്ക്, ഞാൻ പോയി മഞ്ഞൾ എടുത്തിട്ട് വരാം. ശരി. പറയടാ, കിടന്ന് ഉരുണ്ട് കളിക്കാത്ത സത്യം പറയടാ. 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 ഞാനാണ് സാർ, മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതി, പക്ഷെ മേഘന മാഡം എന്നെ കൈയോടെ പിടികൂടി കളഞ്ഞു. ഈ മോഷണത്തിന് പിന്നിൽ നീ മാത്രമേ ഉള്ളോ അതോ ഇനി നിന്റെ പിന്നില് വേറെ ആരെങ്കിലും കൂടി ചേർന്നിട്ടുണ്ടോ? തുറന്നു പറയടാ. പറയാൻ പറയടാ. പറയടാ.
പറയേ. ഇല്ല സർ, ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നോണ്ടാ എന്നെ വിട്ടേക്ക് സാറേ പ്ലീസ്. ഇനി നിന്നെ വിടാനോ? അത് പോലീസ് തീരുമാനിക്കും. സാറേ എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ളതാ, എന്നെ എന്തിനോക്കില്ല സാറേ പ്ലീസ്. മാഡം എന്നെ വിടാൻ പറയാം മാഡം പ്ലീസ്. മിഥുൻ നിക്ക്, അവന് വെറുതെ വിട്ടേക്ക്. പക്ഷെ ഇനി ജോലിക്ക് വേണ്ട. അങ്ങനെയല്ല മോ. നമ്മുടെ ആഭരണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? ഇനി ഇവന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് നേടാനാ? ഇനി അവൻ ഈ പരിസരത്ത് കാണരുത്. ഇറങ്ങി പോടാ അവിടുന്ന്. ആ ഡ്രൈവർ കാണിച്ച ബുദ്ധിമോശത്തിന് ഒരു കാര്യമില്ലാതെ നമ്മളെല്ലാവരും പാവൻ ജ്യോതിയെ സംശയിച്ചു. അവൾക്കത് വിഷമാവുകയും ചെയ്തു. ജ്യോതി, പെട്ടെന്ന് ആഭരണങ്ങൾ കാണാതായ വെപ്രാളത്തില് നിന്നെ ഞാൻ അറിയാതെ സംശയിച്ചു പോയി. മനസ്സിലൊന്നും വെക്കരുത്. അതൊന്നും സാരമില്ല മാഡം. ആ, എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു മോളെ. ശരിക്കുള്ള മോഷ്ടാവിനെ പിടികൂടിയത് കൊണ്ട് നീ ജ്യോതിയുടെ ജീവിതം കൂടിയാ രക്ഷിച്ചിരിക്കുന്നത്. മേഘനെ, നമ്മുടെ ആഭരണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയത് നീ കാരണ. എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ. യു ആർ റിയലി ഗ്രേറ്റ് മേഘനെ. എല്ലാവരും മറ്റുള്ളവരെ പഴിചാരി ഒഴിഞ്ഞു നിന്നു. നീ മാത്ര സത്യം തെളിയിക്കാനുള്ള ശ്രമം നടത്തിയത്. വളരെ നന്ദിയുണ്ട് മേഘനെ. നീ കാരണമാണ് ആരെ അകറ്റി നിർത്തണമെന്നും ആരെ കൂടെ നിർത്തണമെന്നും എനിക്ക് മനസ്സിലായത്. ശരിക്കുള്ള മോഷ്ടാവിനെ നീ ഇന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ജ്യോതിയെ ഞങ്ങളെല്ലാവരും സംശയിച്ചേനെ. മോഷണം പോയെന്ന് പറഞ്ഞ സ്വർണങ്ങളെല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതാ അമ്മേ, മോഷ്ടിച്ചത് വേറെ ആരുമല്ല, ഡ്രൈവർ ജനാർദ്ദനനാ. ഈ മോഷണത്തിന് പിന്നിൽ നീ മാത്രമേ ഉള്ളോ അതോ ഇനി നിന്റെ പിന്നില് വേറെ ആരെങ്കിലും കൂടി ചേർന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റി ചെറിയമ്മേ? ഇത്രയ്ക്ക് ആലോചിക്കാൻ എന്തിരിക്കുന്നു? അങ്ങനെ എന്താ ഉണ്ടായേ? ആ പട്ടിക്കാട്ടിലെ മണ്ണുണ്ണി മേഘന ബുദ്ധിയില്ലാത്തവളാന്നാ കരുതിയെ. പക്ഷെ നിഷ്പ്രയാസമല്ലേ ഞാൻ വിരിച്ച വലയിൽ നിന്ന് അവൾ ഊർന്നു പോയത്. ആ മേഘന ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല. ശരിയാണ് ആന്റി. ആന്റി എത്ര ബുദ്ധിപരമായിട്ട് ഒരുക്കിയ പ്ലാനായിരുന്നു അത്. പുഷ്പം പോലെയല്ലേ അവളത് തച്ചുടച്ചത്. എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇത്ര കൃത്യം അവള് മോഷ്ടാവിനെ കണ്ടെത്തിയെങ്കിൽ അവളുടെ ബുദ്ധി അപാരമാണല്ലോ ചെറിയമ്മേ. സ്വർണം എവിടെയാണെന്ന് മാത്രമല്ല മേഘന കണ്ടെത്തിയത്, മോഷ്ടിച്ചത് ആരാണെന്നുള്ളതും കണ്ടെത്തി. എല്ലാവരുടെയും മുമ്പിൽ ഒരു CID പോലല്ലേ അവൾ ഞെളിഞ്ഞു നിന്ന്. മണ്ണുണ്ണിയെ പോലെ ഇവിടെ കേറി വന്ന മേഘന ഇത്രയും വകതിരിവോടെ പെരുമാറുന്നത് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല മഞ്ജരി. ചിലരങ്ങനെ ചെറിയമ്മേ, കണ്ടാൽ മരമണ്ടിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് ആർക്കും പിടികിട്ടാത്ത രീതിയിലാവും. നമ്മുടെ മേഘനയും അങ്ങനെ ഒരു വകഭേദത്തിൽ പെട്ടവളാണെന്ന് തോന്നുന്നു. തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോ ആ ഡ്രൈവറോടൊപ്പം എന്നെയും പിടിച്ച് പുറത്താക്കിയേനെ. പിന്നീട് ഒരിക്കലും ആരും ഈ വീട്ടിൽ എന്നെ വിശ്വസിക്കുകയില്ലായിരുന്നു. ആ ഡ്രൈവർ എന്റെ പേര് പറയാതിരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്.
ഒരു പക്ഷേ ഈ മേഘനെങ്ങാനും കുറച്ചുകൂടെ കുത്തിക്കിഴിച്ച് അവനോട് ചോദിച്ചിരുന്നെങ്കിൽ ഗതികെട്ട് അവനും എന്റെ പേര് പുറത്തു പറഞ്ഞേനെ. എന്തോ ഭാഗ്യം കൊണ്ടാ മേഘനയ്ക്ക് അവിടം കൊണ്ട് നിർത്താൻ തോന്നിയതും ആ ഡ്രൈവർ എന്റെ പേര് പറയാതിരുന്നതും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇനി ആ മേഘനയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈ ഇൻസിഡന്റോട് കൂടി മേഘനയുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനും മേഘന എന്ന ബുദ്ധിരാക്ഷസി കടത്തി വെട്ടാതിരിക്കാൻ അത്രയും ഫുൾ പ്രൂഫ് ആയിട്ട് മാത്രമേ നമ്മൾ ഒരുക്കാൻ പാടുള്ളൂ. നിസ്സാരപ്പെട്ട കാര്യങ്ങളിലൂടെ അവളെ കുരുക്കാൻ പറ്റില്ല. നീ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് മഞ്ജരി. ശത്രു ബലഹീനരാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പദ്ധതികളുടെ ബലവും കുറഞ്ഞു പോകുന്നത്. മറിച്ച് ശത്രു ബലശാലിയാണെന്നറിയുമ്പോൾ കൂർമ്മ ബുദ്ധിയോടുകൂടി സകല ശക്തിയും ഉപയോഗിച്ച് പഴുതുകളില്ലാത്ത ഗംഭീര പദ്ധതികൾ നമ്മൾ ഒരുക്കും. ഇനി അങ്ങോട്ടും മേഘന എന്ന ബുദ്ധിരാക്ഷസിയുടെ പതനത്തിന് തുടക്കം കുറിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പടവെട്ടാൻ തയ്യാറായിക്കും.